ഹലോ, എല്ലാവർക്കും പഴയ ടൂ സ്പേസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ചിരി വന്നിട്ടുണ്ടാവല്ലേ? കാരണം ഇത് എവിടെയും പോയത് കുറെ കാലമല്ലേ കണ്ടിട്ടൊന്ന്. സ്കെച്ചപ്പ് എൻസ്കേപ്പാണ് ഇത്രയും കാലം എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഒരുപാട് വീഡിയോ ആയി, 40 വീഡിയോൻ്റെ അടുത്തുണ്ട്. അത് മതി ഒരു ബേസിക്കലി നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമുക്ക് എന്നും ചെയ്യാം. അതിന് മാത്രമില്ല, എല്ലാത്തിൻ്റെയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് D5 ബ്ലെൻഡറാണ്. സോ D5ൻ്റെ ക്ലാസ് ഇതിൻ്റെ ഇടയ്ക്ക് വരും. സ്കെച്ചപ്പ് കമ്പൈൻ ചെയ്തിട്ടുള്ളത് ബ്ലെൻഡറാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബ്ലെൻഡർ എന്തുകൊണ്ട് എന്നുള്ളതിനുള്ളൊരു ചെറിയൊരു ഇൻട്രോ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതിനെ കൊണ്ട് വലിച്ചു നീട്ടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇത് മൊത്തമായിട്ട് ഇരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ ഇൻട്രോ കാണണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ട്യൂട്ടോറിയൽ തൊട്ടിട്ട് കാണാം. ബ്ലെൻഡർ എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്, അത് അറിയാം. ആദ്യം നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് നമ്മുടെ ഒരു ബ്രോ ഉണ്ടായിരുന്നു, ലത്തീഫ് ബ്രോ ആണ് എന്നോട് പറഞ്ഞത്, സന്ദീപെ നീ ബ്ലെൻഡറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ സ്കെച്ചപ്പും 3ds മാക്സും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പം പറഞ്ഞു എനിക്ക് ബ്ലെൻഡർ വേണ്ട, എനിക്ക് ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല. എന്നോടൊന്നുമില്ല, ബ്ലെൻഡറാണ് ഇനി അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് അടക്കി ഭരിക്കാൻ പോകുന്ന ആൾ, അതുകൊണ്ട് ബ്ലെൻഡർ നീ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ബ്ലെൻഡർ പഠിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാനും പിന്നെ നോക്കുമ്പോൾ ബ്ലെൻഡറാണ് കുറച്ചും കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല രസമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്ഡേഷൻ കംപ്ലീറ്റ്ലി ഇത് ഫ്രീ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒരു പൈസ കൊടുക്കണ്ട ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ. സ്കെച്ചപ്പിനും 3ds മാക്സിനും വേറെ ഏത് സോഫ്റ്റ്വെയറിനും ഒരു തേർഡ് പാർട്ടി എഞ്ചിനുമാണ് നിങ്ങൾക്ക് ഇത് റെൻഡർ ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് വീറെ കൊറോണ എനിത്തിങ് ഇങ്ങനത്തെ ഒരു സാധനം പോകുന്ന ഇത് റെൻഡർ ചെയ്യണമെന്നല്ല. പക്ഷെ നിങ്ങൾക്ക് ബ്ലെൻഡറിൽ ഇൻബിൽഡ് റെൻഡറിങ് എഞ്ചിൻസ് വരും. EV സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് 2 റെൻഡർ എഞ്ചിൻസ് ഉണ്ട്. EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് അൾട്രാ റിയലിസ്റ്റിക് അല്ലാത്തതും, അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് അവർ റിയലിസ്റ്റിക് ആക്കി വരുന്നുണ്ട്. എന്നാലും ചെറിയ കോൺഫിഗറേഷനുള്ള സിസ്റ്റത്തിൽ നല്ല രീതിയിൽ റെൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റെൻഡറിങ് എഞ്ചിനാണ് EV. സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല സ്പീഡിലുണ്ട്, നല്ലൊരു ഗ്രാഫിക് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ക റെൻഡറിങ് ആണ്. എനിക്ക് ഒരു 4K റെസൊല്യൂഷനിൽ നല്ല ഹൈ ക്വാളിറ്റി ഒരു ഫോട്ടോ റിയലിസ്റ്റിക് റെൻഡറിങ് എടുക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി മാക്സിമം ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ 3D ഫയൽ ഇതാണ്. ഇത് ബ്ലെൻഡർ കിറ്റ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം, ആഡ് ഓൺ എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞുതരാം. സോ ഇത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു 3D ഫയലാണ്. സോ ഇതിൻ്റെ റെൻഡറിങ് ടൈം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ സൈസ്, റെൻഡറിങ് ഔട്ട്പുട്ട് സൈസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 4x4 ആണ്, അതായത് 4000 പിക്സൽസ് ബൈ 4000 പിക്സൽസ്. അപ്പം നമ്മൾ ഈ 4000 പിക്സൽസ് റേഞ്ചിലാണ് ഇത് റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഭാഗം ഇതിൻ്റെ അകത്ത് റെൻഡർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് റെൻഡർ ചെയ്ത് ഞാൻ ജസ്റ്റ് F12 അടിച്ച് റെൻഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ എടുക്കുന്ന ടൈം കാണാൻ പറ്റും, എത്ര ടൈമിൽ റെൻഡർ ആവുന്നുണ്ടെന്ന്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഫാസ്റ്റ് ഫോർവേഡ് ഒന്നും അടിക്കുന്നില്ല, ജസ്റ്റ് വിഷ്വൽ പർപ്പസിന് വേണ്ടി മാത്രം കാണിക്കുകയാണ്. 1500 സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും 24.2 സെക്കൻഡ്സിൽ ഇത് റെൻഡർ ആയിട്ടുണ്ട്. ഓക്കെ, മിനിറ്റ് പോലും അല്ല, സെക്കൻഡ്സ്. 4000 ബൈ 4000 പിക്സൽസ് ബൈ 4000 പിക്സൽസിൽ റെൻഡർ ആയിട്ടുണ്ട്. മാക്സിമം ഇതിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു ബൊക്കെ എഫക്റ്റ് ആക്കിയിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ് വെച്ച് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ഈ ഫോക്കസ് പോയിന്റ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അടുത്ത റെൻഡറിങ്ങിൽ ആ ഫ്ലവർ പോട്ട്, നമ്മൾ കൊടുത്ത ഫ്ലവർ പോട്ട് മാത്രമേ സൂമിൽ ഉണ്ടാവുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇതേ സാധനം നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു നോക്കി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടൊക്കെ 3D മാക്സിൽ റെൻഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോകും. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് അടിക്കാൻ പറ്റും. പോട്ട് മാത്രമേ സൂമിലുള്ളൂ, ബാക്കിയൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്.
അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണാം 24 സെക്കൻഡ് ഈ ഒരു വ്യൂ റെൻഡർ ചെയ്യാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രക്ക് പവറുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. പിന്നെ ഇതിൽ അൾട്രാ റിയലിസ്റ്റിക് ആനിമേഷൻസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റിങ്കിങ്ങോ ഇതൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാനിത് ആർക്കിടെക്ചറൽ സംബന്ധമായിട്ട് ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, കിച്ചണ്, അങ്ങനത്തെ സാധനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ്, ഈ എക്സിബിഷൻ ബൂത്തുകൾ, സ്റ്റാൻഡുകൾ, ഇതൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ക്ലാസ്സുകൾ. അപ്പം അധികം ഗിമ്മിക്കുകളൊന്നും എൻ്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ നമ്മുടെ സ്കെച്ചപ്പിന് പ്ലഗിൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആഡ് ഓണുകൾ ഫ്രീ ഉണ്ട്, കുറച്ച് പെയ്ഡും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ വഴിയെ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം. ബ്ലെൻഡർ എല്ലാവരും പഠിക്കണം എൻ്റെ അഭിപ്രായത്തിൽ. അത് വളരെ യൂസ്ഫുൾ. 3D നിങ്ങളൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡർ കൺഫേം ആയിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ റൈനോ നിങ്ങൾ കൺഫേം ആയിട്ട് പഠിച്ചിരിക്കണം. ഒരു ഡയമെൻഷൻ ബേസ്ഡ് ആയിട്ട് ഒരു ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു 3D ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്കെച്ചപ്പിനെക്കാട്ടും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക റൈനോ. കാരണം റൈനോയിൽ നമുക്ക് സബ്ഡി മോഡലിങ്, അതായത് ഇപ്പോൾ സ്മൂത്ത് സർഫേസ്, കുറച്ചും കൂടി പാരാമെട്രിക് ആയിട്ടുള്ള മോഡലിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റൈനോ. സോളിഡ് വർക്ക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര ടഫാണ് പഠിക്കാൻ. റൈനോ ഈസിയാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ബ്ലെൻഡർ തുടങ്ങാം. ഇതിൻ്റെ കൂടെ D5 വരുന്നുണ്ട്, റൈനോ വരുന്നുണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇതിൻ്റെ പിന്നാലെ കൊണ്ടുവരും. പക്ഷെ ഇപ്പം നമുക്ക് ബ്ലെൻഡറിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പഴയ പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. എല്ലാവരും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ മണി ഒന്ന് അടിക്കട്ടിട്ട് ഓക്കെ ബൈ, ടേക്ക് കെയർ.